പാർട്ടി എടുത്ത റിസ്കിന് പാർട്ടി ഫ്യൂച്ചറിലേക്ക് നടത്തുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് രാഹുൽ എന്ന് പറയുന്നത്. അത് ആ സമ്മാനത്തെ തീരുമാനമെടുക്കുമ്പോൾ ഞങ്ങൾക്കുള്ളൊരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. ആ സമ്മാനത്തെ പാലക്കാടിനുള്ളൊരു സമ്മാനമായിട്ട് മാറ്റാൻ കഴിയും. അയാളുടെ പ്രവൃത്തിയിലൂടെ അല്ല ഇവിടുത്തെ ജനങ്ങളുമായിട്ട് സ്ഥാപിച്ചു തുടങ്ങിയിരിക്കുന്ന ബന്ധത്തിലൂടെ പാലക്കാട് വോണ്ട് റിഗ്രറ്റ് അബൌട്ട് ഇറ്റ്. പാലക്കാടിന് അതിന് ഖേദിക്കേണ്ട ഒരു സാഹചര്യം കാൻഡിഡേറ്റോ UDF ഉണ്ടാക്കില്ല. ഇൻ കേസ് ഓഫ് റിസൾട്ട് ഓഫ് ദി ഇലക്ഷൻ റിസൾട്ടിന്റെ കാര്യമാണെങ്കിലും ഇലക്ഷന് ശേഷം വരുന്ന പോസിറ്റീവ് റിസൾട്ടിലെ ഇവിടുത്തെ അയാളുടെ ഇന്റർഫിയറൻസ് എഫക്റ്റ് ആണെങ്കിലും അതിലും പാലക്കാട് റിഗ്രറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഉണ്ടാക്കില്ല. ഈ തീരുമാനം പാലക്കാടിനും നല്ലതായിട്ട് ഭവിക്കുമെന്ന കാര്യത്തിന് സംശയം വേണ്ട. അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് പാലക്കാട്ടുകാരും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ ഇൻട്രാക്ഷൻസിനെ ഞാനിപ്പോൾ നോക്കിക്കാണുകൊണ്ടിരിക്കുന്നത്. സോ ഹീ വിൽ ഗോ ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞാൽ ഒരുപാട് ദൂരം പാലക്കാടിന് വേണ്ടി പോകാൻ കഴിയാവുന്ന അയാളുടെ ഒരു പേഴ്സണൽ ക്രെഡിറ്റ് ഉണ്ട്. ഇപ്പം ഷാഫി എന്നുള്ളൊരു പേര് എന്നുള്ളത് മാത്രമല്ല, ഞാനിപ്പം പറയാൻ അയാൾ യേശുവിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ യൂണിറ്റിൽ നിന്ന് പ്രവർത്തനം ആരംഭിച്ച് കാത്തലിക് കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട് യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിട്ട് ഗ്രൗണ്ടിലെ പഞ്ചായത്ത് ലെവലിലെ പ്രസിഡൻ്റായി, KSUവിൻ്റെ അസംബ്ലി പ്രസിഡൻ്റായി, KSUവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി, ജില്ലാ പ്രസിഡൻ്റായി, സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, അഖിലേന്ത്യാ NSUI കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി, ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ ഇലക്റ്റഡ് സംസ്ഥാന പ്രസിഡൻ്റാണ്. ഈ ഒരു ചെറുപ്രായത്തിൻ്റെ ഇടയ്ക്ക് അയാൾ എല്ലാ സംഘടനാ ഘടകങ്ങളെയും റെപ്രസെൻ്റ് ചെയ്തിട്ടാണ്. അയാൾ ഒരു ദിവസം പൊട്ടിമുളച്ചുണ്ടായിട്ടുള്ള ഒരാളല്ല. അയാൾക്ക് മോർ ദാൻ 17 years അയാൾ ഫീൽഡിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് ഇവിടെ ആളുകളുടെ ഇടയിലേക്ക് എത്തുന്നത്. രാഷ്ട്രീയ കാലാവസ്ഥ പൂർണ്ണമായും ഞങ്ങൾക്ക് അനുകൂലമാണ്. ഞങ്ങളെ എതിർക്കേണ്ട ഒരു ആവശ്യം ജനങ്ങളുടെ മുന്നിലില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്കൊരു ആൻറ്റി ഇൻകംബൻസി വരേണ്ട ഒരു സാഹചര്യവും ജനങ്ങളുടെ മുമ്പിലില്ല. രണ്ടാമത്തത് ഞങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പ്ലസ് ബീങ് എൻ യങ്സ്റ്റർ. രാഹുലിന് ഇവിടെ സത്യം പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഞങ്ങൾക്ക് ആർക്കും വന്നില്ല എന്നുള്ളതാണ്. ഇറ്റ്സ് എ വെരി നോൺ ഫേസ്, അക്സെപ്റ്റഡ് ഫേസ്. അപ്പം ഞാൻ കൂടെ നടന്നത് രാഹുൽ എന്ന് പറയുന്നതിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും പീപ്പിൾ സേസ് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കാണുന്നതല്ലേ, ഞങ്ങൾ കേൾക്കുന്നതല്ലേ. സോ ഇറ്റ്സ് എ വെൽ നോൺ, വെൽ അക്സെപ്റ്റഡ് ഫേസ്. അയാൾ സംഘടനാ രംഗത്ത് ഫ്രം ദ റൂട്ട്സ് വന്ന് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെ, KSUവിൻ്റെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിൽ തൊട്ട് എലക്റ്റഡ് സ്റ്റേറ്റ് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ള അയാൾ ഓർഗനൈസേഷൻ ജേണി, പിന്നെ സമരം, സേവനം, ഓർഗനൈസിങ്, ഈ 3 കാര്യങ്ങളിലും അയാളിപ്പോൾ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്ന രീതി, അതുപോലെ തന്നെ അയാളുടെ പേഴ്സണൽ സ്കിൽസ്, ടു ബി വെരി പ്രിസൈസ്, തെരുവിലാണെങ്കിലും മാധ്യമങ്ങളിലൂടെ ആണെങ്കിലും നവമാധ്യമങ്ങളിലാണെങ്കിലും ജനതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ പറയുമ്പോഴുള്ള അയാളുടെ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അപ്പം അങ്ങനെ ഒരാൾ അസംബ്ലിയിൽ വേണമെന്ന് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പാലക്കാട്ടെ ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് ഒരു വിധിയെഴുത്ത് പാലക്കാട് ഉണ്ടാവും. മൂന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത്, എണ്ണുമ്പോൾ ഞാൻ 3 പറഞ്ഞാലും ഇറ്റ്സ് നോട്ട് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് പാലക്കാട് ഞങ്ങളുടെ കാലത്ത് നടന്ന കുറേ കാര്യങ്ങളാണ്. അപ്പം ഞങ്ങൾക്കിവിടെ ഒരു അവസരം കിട്ടുന്നത് വരെ പാലക്കാടിന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ സ്പോർട്സിൽ എത്രയോ നേട്ടങ്ങൾ ഉണ്ടാക്കണം, പാലക്കാടിന് ഒരു സിന്തറ്റിക് ട്രാക്ക് ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ പാലക്കാടിന് ഒരു സിവിൽ സർവീസ് അക്കാഡമി ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ പാലക്കാടിന് ഒരു ഫോക്ലോർ അക്കാഡമി ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്നവരെ പാലക്കാടിന് ഒരു പുതിയ നല്ല KSRTC ടെർമിനൽ പോലും ഇല്ല. ഞങ്ങൾക്കൊരു അവസരം കിട്ടുന്ന പോലെ ഒരു ഫുട്ബോൾ ടർഫ് ഗവൺമെൻറ് സെക്ടറിൽ നല്ല ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ കഴിയാവുന്ന ഒന്നുമില്ല. യു ക്യാൻ കൗണ്ട് മെനി, ഒരുപാട് ഇപ്പം ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചതിൻ്റെ ഒരു എഫക്റ്റ്. പിന്നെ സ്വാഭാവികമായിട്ടും ഇനി ഒരു ഭരണമാറ്റം കേരളത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രതിനിധി ഇവിടെ വരുമ്പോൾ, ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011 എനിക്ക് ആദ്യത്തെ അവസരം കിട്ടിയതുപോലെ ഉണ്ടായിരുന്നത് പരിഗണന വീണ്ടും പാലക്കാടിന് കിട്ടാൻ പോകുന്നു. അപ്പോൾ എല്ലാ മാനദണ്ഡങ്ങളും ഞങ്ങളെ ഫേവർ ചെയ്യുന്നു. അപ്പോൾ കംഫർട്ടബിളായി പിന്നെ ഞങ്ങൾ ജയിക്കും എന്നുള്ളത് പറയാൻ പറ്റും. സ്ഥാനാർത്ഥി വന്ന് ഇറങ്ങിയതിൻ്റെ ശേഷമുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ഞങ്ങളുടെ മുറിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആളുകൾ നന്നായിട്ട് കണക്ട് ആവുന്നു, നന്നായിട്ട് എൻകറേജ് ചെയ്യും. ഷാഫി എടുത്ത ഈ റിസ്ക് ഉണ്ടല്ലോ, അതിൽ ഷാഫിക്കൊരു വല്ലാത്തൊരു ശക്തിയുണ്ട്. എന്ന് പറഞ്ഞാൽ ഷാഫി കയ്യിൽ നിന്ന ഒരു സ്ഥലം, ഒരു ജനങ്ങൾ ഇത്രയും പേര് ഷാഫി സ്നേഹിക്കുന്നു, അതെല്ലാം വിട്ടിട്ടാണ് ഷാഫി ജയിക്കുമോ ജയിക്കില്ല, തെരഞ്ഞെടുപ്പാണ്, ഒരു സ്ഥലത്തേക്ക് പോയി മത്സരിക്കുന്നു. ഷാഫിക്ക് കിട്ടുന്ന ഒരു വോയിസ് ഉണ്ട്. ആ വോയിസ് പാലക്കാടിലെ അടുത്ത സ്ഥാനാർത്ഥിത്വത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ഒരു വോയിസും എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയും പാർട്ടിയെ പ്രഷറൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നില്ല.
എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും ഇപ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇഷ്ടമോ അക്സെപ്റ്റൻസോ ഉണ്ടെങ്കിൽ അത് ഞാൻ പോയാലും പാർട്ടിക്ക് നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദാറ്റ് വിൽ ബി യൂസ് ഫോർ ഗുഡ് ഓൺലി. അതല്ലാതെ വേറെ ഒരു നെഗറ്റീവ് അർത്ഥത്തിൽ അതിനൊരു കാരണവശാലും ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ഈ തന്ന ഇഷ്ടം ഐ ഡിഡ്ന്റ് ബ്രിങ് ഇറ്റ് ഫ്രം മൈ ഹോം. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നല്ലോ. പാർട്ടി എന്നെ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ നൽകിയ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചത്, പാർട്ടി നിങ്ങൾക്ക് തരുന്ന അവസരത്തെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ദെൻ ബോത്ത് പാർട്ടി ആൻഡ് പീപ്പിൾ വിൽ ബി ഹാപ്പി ഫോർ. വളരെ ബ്ലണ്ടായിട്ട് ചോദിച്ചാൽ ഷാഫി പോകുന്ന സമയത്ത് ഷാഫിക്ക് പകരം രാഹുലാണ് എന്നൊരു പ്രീ കണ്ടീഷൻ വച്ചിട്ടില്ലായിരുന്നു. ഇല്ലില്ല, അങ്ങനെ പാർട്ടിയുടെ മുമ്പിൽ പ്രീ കണ്ടീഷൻ വെക്കാൻ പറ്റും? ഞാൻ വിളിച്ചു പറഞ്ഞിട്ട് ശരി ഞാൻ മാറാം, നാളെ അടുത്ത എന്റെ സ്ഥാനാർത്ഥി ഇതാണ്, ഷാഫിയുടെ കൂടി ഇഷ്ടം പരിഗണിക്കാം. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? അല്ലല്ല, അങ്ങനെ അതല്ലേ എന്നാ ചോദിക്കുന്നത്. അല്ല, ഞാൻ പറഞ്ഞത് അത് എൻ്റെ ഇഷ്ടം മാത്രമാവുമ്പോൾ, അത് ഇവിടുത്തെ ജയസാധ്യതയ്ക്ക് എതിരാകുമ്പോൾ, ഇവിടുത്തെ പാർട്ടി പ്രവർത്തനെതിരാകുമ്പോൾ അത് പ്രശ്നമാണ്. എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ പാർട്ടിക്കാരൻ്റെ ഇഷ്ടമെങ്കിൽ, എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ മറ്റേ ജനങ്ങളുടെ ഇഷ്ടമെങ്കിൽ, എൻ്റെ ഇഷ്ടം തന്നെയാണ് ഇവിടുത്തെ സീനിയർ നേതാക്കന്മാരുടെ ഇഷ്ടമെങ്കിൽ, ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ UDF നേതാക്കന്മാരുടെ ഇഷ്ടമെങ്കിൽ, അത് പാലക്കാടിന് നല്ലതുമാണെങ്കിൽ, ബാക്കി എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ഷാഫി മാത്രം ഇഷ്ടപ്പെട്ടത് ഒരു കുറവാവാതെ ഇരിക്കാൻ ഞാൻ പാലക്കാട് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതെ, എൻ്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. VK ശ്രീകണ്ഠൻ്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. പിന്നെ A തങ്കപ്പൻ്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. ഈ ഓഫീസിൽ നിൽക്കുന്ന ഇവിടുത്തെ ബൂത്ത് പ്രസിഡന്റിന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് സേവിയറിന്റെ കാൻഡിഡേറ്റ് ആണ് രാഹുൽ. എല്ലാവരുടെയും കാൻഡിഡേറ്റ് ആണ്. ഓരോ പാലക്കാട്ടുകാരന്റെയും കാൻഡിഡേറ്റ് ആണ് രാഹുൽ. ഷാഫി മോഡൽ ക്യാമ്പയിനിങ് ആണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞാൽ മതി. KPCC ലീഡർഷിപ്പ് ഷാഫിയോട് പറഞ്ഞു പാർട്ടി പറയുന്ന രീതിയിൽ ക്യാമ്പയിൻ ചെയ്താൽ ഷാഫി. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു തീർത്തും വാസ്തവവിരുദ്ധമായിട്ടുള്ളൊരു വാർത്ത. 2 ചാനലിൽ അത് എയർ ചെയ്തോളൂ. എവരിബഡി ഡിഡ്ന്റ് ടേക്ക് ഇറ്റ് അപ്പ്. 2 ചാനൽ. ഞാൻ ഇവിടെ KPCC പ്രസിഡന്റ്, പ്രതിപക്ഷ നേതാവ് മുനവർ അലി തങ്ങൾ, സാദിഖ് അലി തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി സാഹിബ്, UDFന്റെ മുഴുവൻ റാങ്ക് ആൻഡ് ഫയൽ ലീഡേഴ്സ് എല്ലാവരും ഒന്നൊരു കൺവെൻഷൻ ഞങ്ങളിവിടെ ഓഫീസ് ഇനാഗുറേഷൻ ചെയ്യുന്നു. ഞങ്ങൾ ഇലക്ഷൻ്റെ മൊത്തം സ്ട്രാറ്റജി ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. തലേ ദിവസം രാത്രി 2:45, 3 മണി വരെ ഞങ്ങളുടെ മീറ്റിംഗ്, നാളെ മുതൽ ചെയ്യേണ്ട കാര്യങ്ങളെ സംബന്ധിച്ച്, കൺവെൻഷൻ എങ്ങനെ നടത്തുന്നത് സംബന്ധിച്ച് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ KPCCയും പ്രസിഡന്റും എല്ലാവരും കൂടെയുള്ള എല്ലാ ഡിസ്കഷൻസിൻ്റെ ഒടുവിൽ ഞാൻ ആ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുമ്പോൾ എന്നൊരാൾ ഫോണിൽ വിളിച്ച് പറയാണ്, താങ്കളെ KPCC താക്കീത് ചെയ്തതായിട്ട് വാർത്ത 2 ചാനലിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത് മനോഹരമായിട്ടുള്ളൊരു ഭാവനയായിരുന്നു. അതൊരിക്കലും ഒരു വാർത്തയല്ല, ഒരു യാഥാർത്ഥ്യമല്ല. എനിക്ക് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പാർട്ടി തരുന്നുണ്ട്. എന്നോട് പറഞ്ഞത് വർക്ക് ഹാർഡ്, ഡു വാട്ട് എവർ, ജനാധിപത്യപരമായി ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്യും, വാട്ട് എവർ ഇറ്റ് ടേക്സ്. ഇത് ജയിച്ചേ തീരൂ. നിങ്ങൾ ഓരോരുത്തരും റെസ്പോൺസിബിളാണ്. എന്നോട് പറയുമ്പം ഞാൻ റെസ്പോൺസിബിളാണ്, MP പറയുമ്പോൾ ശ്രീകണ്ഠൻ റെസ്പോൺസിബിളാണ്. അതാണ് പാർട്ടി പറയുന്നത്. പാർട്ടി എന്നെ എന്തെങ്കിലും താക്കീതോ വരിഞ്ഞു മുറുക്കാനോ അല്ല. പാർട്ടി എന്നെ പരമാവധി മുന്നോട്ട് പോകാനും പരമാവധി ഡീപ്പായിട്ട് ഇറങ്ങാനും, ഈ കോൺസ്റ്റിറ്റ്യുവൻസിക്ക് വേണ്ട എന്ത് അഡ്വാൻറ്റേജാണ് ക്യാമ്പയിനിൽ ചെയ്യാൻ പറ്റുക അതിൻ്റെയൊക്കെ സ്ട്രോങ് സോളിഡ് സജഷൻസ് വേണം എന്നാണ് പാർട്ടി പറയുന്നത്. ബിക്കോസ് അവരതിപ്പം ഞാനിങ്ങനെ ഭയങ്കര വലുതായിട്ടല്ല, 13 വർഷം ഇവിടെ പ്രവർത്തിച്ച ആൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ച് കണക്ഷൻസും ഇവിടുത്തെ ആളുകളുടെ ഒരു മൈൻഡ് സെറ്റും കുറച്ചും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് ദേ ആർ ഹിയറിംഗ് മീ ഔട്ട് വെരി പോസിറ്റീവ്ലി. ചില പൊളിറ്റിക്കൽ പണ്ഡിറ്റ്സ് എങ്കിലും പറയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസിലെ വളർന്നു വരുന്ന ഉമ്മൻചാണ്ടിയാണ് ഷാഫി പറമ്പിലാൻ. അങ്ങനെയാണോ? ഉമ്മൻചാണ്ടി വൺസ് ഇൻ എ ലൈഫ് ടൈം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നേതാവ് ഇങ്ങനെ ആവർത്തിച്ചുണ്ടാവുന്നതോ അല്ലെങ്കിൽ വേറൊരാളെ എളുപ്പം ആ കസേരയിൽ കൊണ്ട് വെക്കാൻ കഴിയാവുന്ന ഒരാളായിട്ടുള്ള, അതിൽ സത്യം പറഞ്ഞാൽ ഒരു കമ്പാരിസൺ പോലും ഇല്ല. ഇപ്പം നമ്മൾ ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിൻ്റെയൊക്കെ ഒരു കാര്യം നിരന്തരം ജനസമ്പർക്കമൊക്കെ പുലർത്തുമ്പോഴും അതൊരു പൊസിഷൻ റിലേറ്റഡ് ആണ് പലപ്പോഴും. MP എന്നുള്ള നിലയിലുള്ള, MLA എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ ഹ്യൂമൻ നേച്ചറേ അതാണ്. അതിനൊരു പൊസിഷൻ്റെ തടസ്സമില്ല, അതിനൊരു പ്രദേശത്തിൻ്റെ പരിമിതികളില്ല, അതിന് വേറെ എന്തെങ്കിലും ലിമിറ്റേഷൻസിന് അതിനെ ബാധിക്കുന്നില്ല. ഹീസ് ലിവിങ് ഫോർ ദാറ്റ്. ആ ലൈഫ് തന്നെ അതായിരുന്നു. നിങ്ങൾ ഉമ്മൻചാണ്ടി സാറിന് ഇപ്പോൾ പൊളിറ്റിക്കലി ഒരിക്കൽ പോലും മുഖ്യമന്ത്രി ആയിരുന്നില്ലെങ്കിലും, ഒരിക്കൽ പോലും ഇത്രയും ഉയരങ്ങളിലേക്ക് എത്തിയിരുന്നില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനം കൊണ്ട് അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇത് മാത്രം. കാരണം ഞാനത് പറയാൻ കാരണം, അദ്ദേഹം ചെയ്തു വെച്ച കാര്യങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞത് മരണശേഷമാണ്.
ഓരോ കാര്യവും അപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടല്ല. അപ്പം ഇനിയൊരു ഉമ്മൻചാണ്ടി എന്നുള്ളത് എളുപ്പമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നത് എന്താ, അത്രയും നല്ലൊരു മോഡലിനെ കാണുമ്പോൾ അതിൽ കുറച്ച് നല്ല വശങ്ങൾ നമ്മളെ കൊണ്ടാവുന്നത് ഇൻകംപ്ലീറ്റ് ആർക്കും സാധിക്കില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്, എല്ലാവരും അവരവരെ കൊണ്ടാവുന്ന ഉമ്മൻചാണ്ടിയുടെ നല്ല വശങ്ങൾ എടുക്കുക. അത് പല തരത്തിലായിരിക്കും. ചിലർക്ക് അത്രയും ഗ്രൗണ്ടഡ് ആയിട്ട് പാർട്ടി വർക്കേഴ്സിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റുമ്പോൾ അങ്ങനെ പറ്റുന്ന ആളുകൾ അത് ചെയ്യുക. പിന്നെ ആളുകളുടെ സേവന കാര്യങ്ങളിൽ ആളുകളുടെ പ്രയാസവും സങ്കടവും ഒരു പേഷ്യൻ്റ് ഹിയറിംഗ് കൊടുത്ത് അവർക്ക് കേൾക്കാൻ ഒരാളുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അതിൽ നടപടിയെടുക്കാൻ കഴിയാവുന്ന അവരവരുടെ കപ്പാസിറ്റിയിൽ അത് ചെയ്യുക. സ്ട്രോങ് സെക്യുലറായിട്ട് ലൈഫ് മുഴുവൻ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. പൊളിറ്റിക്സിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ കരുത്ത് എപ്പോഴും തിരിച്ചറിയുക, അവർക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, എപ്പോൾ നോക്കിയാലും അവൈലബിൾ ആവും. ഇതെല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കില്ല. അതിൽ ഓരോരുത്തരും അവരവർക്ക് പറ്റിയത് എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാണ്. അപ്പം എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്ത് വെച്ച് നമ്മൾ കണ്ടത് അതാണ്, നമ്മൾ കണ്ട് വളരുന്നത്. ഞാൻ പറഞ്ഞത് ആളുകൾ അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ കാണിക്കുന്നൊരു ഇഷ്ടമുണ്ടല്ലോ, അത് കൊതിപ്പിക്കുന്നതാണ്, അത് ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. പൊളിറ്റിക്സിൽ ഇറങ്ങുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കാണെങ്കിലും അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉണ്ട്. അത് ഏത് കട്ടിങ് അക്രോസ് പൊളിറ്റിക്സ് ആളുകൾ പിന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരാളാണ് ഉമ്മൻചാണ്ടി സാർ.